Good morning and welcome to Doctor's Talk. Internationally famous ആയിട്ടുള്ള figure ആണ് എൻ്റെ ഇപ്പുറത്തിരിക്കുന്നത്. He is a fitness guru. He is Dr. Jason Paulson of Jason's Fitness First. അദ്ദേഹം ഇവിടെ വന്നിരിക്കുന്ന ഫിറ്റ്നസിനെ കുറിച്ചും ബോഡി മാനേജ്മെന്റിനെ കുറിച്ചും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റിനെ കുറിച്ചും സംസാരിക്കാനായിട്ടാണ്. ഗുഡ് മോർണിംഗ് ജേസൺ. Good morning, doctor. ഗുഡ് മോർണിംഗ്. Thank So you. welcome to Doctor's Talk. Thanks a lot. ഈ ഡോക്ടർസ് ടോക്കിൽ ആദ്യമായിട്ടാണ് ഒരു ഫിറ്റ്നസ് എക്സ്പെർട്ട് വരുന്നത്. അപ്പോൾ ഐ വുഡ് ലൈക്ക് ടു ആസ്ക് യു ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് ഈ ഫിറ്റ്നസ്? അതിനെക്കുറിച്ച് പറഞ്ഞ് നമുക്ക് തുടങ്ങാം. നമ്മൾ ബേസിക്കലി എല്ലാവരും ഇപ്പോൾ ഞാൻ ഇവിടെ വരാൻ കാരണം തന്നെ ഒരു 10-17 വർഷമായിട്ട് പുറത്ത് വർക്ക് ചെയ്തിട്ടുള്ള ഒരാളും പരിചയമുള്ള ഒരാൾ ഇവിടെ ഇത്രയും കേരളത്തിൽ കണ്ടമാനം ഫിറ്റ്നസ് സെന്ററുകളും ലൈഫ് സ്റ്റൈൽ മാനേജ്മെന്റ് സെന്ററുകളും ഉണ്ട്. പക്ഷേ എന്നിട്ടും ക്വാളിഫിക്കേഷൻ, അതായത് ഞാൻ ഡോക്ടേഴ്സിന്റെ അടുത്ത് പറയുന്നതും ബേസിക്കലി എല്ലാവരുടെ അടുത്ത് പറയുന്നത് പറഞ്ഞാൽ ബേസിക് ആയിട്ടുള്ള ഒരു ക്വാളിഫിക്കേഷൻ എല്ലാവർക്കും എന്താണ് ഫിറ്റ്നസ് എന്താണ്? സാധാരണ ഒരാൾ അസുഖം വന്നു കഴിഞ്ഞാൽ സാധാരണ എല്ലാവരും പറയുന്നത് അല്ലെങ്കിൽ ഒരു കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് ആയി കഴിഞ്ഞാൽ നേരെ പറയുന്ന ഒരു ബേസിക്കലി പറയുന്നത് ഒരു 45 മിനിറ്റ് നടക്കുക, അല്ലെങ്കിൽ ഓടാൻ പോവുക, അല്ലെങ്കിൽ കുറച്ച് എന്തെങ്കിലും യോഗ ചെയ്യുക. അപ്പോൾ എല്ലാവരുടെയും വിചാരം എന്ന് പറയുന്നത് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് സാധാരണ ഒരു നടക്കാൻ പോകുന്ന ഒരു ആക്ടിവിറ്റിയാണ്, അതൊരു എക്സസൈസ് ആണ്, അല്ലെങ്കിൽ യോഗ ചെയ്താൽ ഒരു ആക്ടിവിറ്റിയാണ്. എല്ലാവർക്കും കൃത്യമായിട്ട് എക്സസൈസ് എന്താണ്, എന്തിനാണ് എക്സസൈസ് ചെയ്യുന്നത്? ഇപ്പോൾ അതായത് ഒരു 10 കിലോ വെയിറ്റ് ഉള്ള ഒരാൾ, ഇൻ എക്സാമ്പിൾ, അയാൾക്ക് 90 കിലോ 80 കിലോന്ന് ആക്കണം. അപ്പോൾ നമ്മൾ നേരെ പറയുന്ന ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത് നടത്തമാണ്. അല്ലെങ്കിൽ ഒരാളുടെ എനിക്ക് ഒരു ടോപ്പിക് ഉണ്ട്, നടന്നാൽ വയറ് ചാടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ വയറ് ചാടുക എന്ന് പറയുന്നത് നടന്നുകൊണ്ട് വയറ് ചാടില്ല. പക്ഷെ ബേസിക്കലി നമുക്കെന്ന് പറയുന്നത് നമുക്കൊരു തിയറി ഉണ്ട്, ശരീരത്തിന് കൊഴുപ്പ് പോകണമെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്താ ബെനിഫിറ്റ് കിട്ടണമെങ്കിൽ നമുക്കൊരു തിയറി ഉണ്ട്. പറഞ്ഞോളൂ. സോ നമ്മുടെ എന്ന് പറയുന്നത്, അതായത് സാധാരണ ഞാനിപ്പോൾ ഇത് ഉയർത്തുകയാണെങ്കിൽ നമ്മുടെ ശരീരത്തിൽ നിന്ന് ഗ്ലൂക്കോസ് ആണ് പോകുന്നത്. ഇത് ഞാനൊരു 10 പ്രാവശ്യം എടുക്കുമ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ നിന്ന് അത് കാർബോഹൈഡ്രേറ്റ് പോകുന്നത്. ശരീരത്തിന് കൊഴുപ്പ് പോകുന്ന തിയറി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് 207 മൈനസ് യുവർ ഏജ് ആൻഡ് 65 to 85% ഓഫ് യുവർ മാക്സിമം ഹാർട്ട് റേറ്റ്. അതായത് നമുക്ക് സിസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഉണ്ട്, ഡയസ്റ്റോളിക് ബ്ലഡ് പ്രഷർ ഉണ്ട്, റെസ്റ്റിംഗ് പൾസ് റേറ്റ് നമുക്ക് സാധാരണ ഒരു ആവറേജ് പേഴ്സണ് 72 ആയിരിക്കും അല്ലേ. ഈ 72 എന്നുള്ളത് അറൌണ്ട് 207 മൈനസ് യുവർ ഏജ്, ഡോക്ടർ അറൌണ്ട് 37. സോ 207 മൈനസ് ഏജ് എന്ന് പറയുമ്പോൾ 37 മൈനസ് ചെയ്യാൻ കഴിഞ്ഞാൽ അറൌണ്ട് 170 അല്ലേ. അപ്പോൾ 170യുടെ 65 to 85% ഓഫ് ദ നമ്പർ, അതായത് അറൌണ്ട് 130 to 160 അങ്ങനെ ഒരു വരുന്ന നമ്പർ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് പോയിട്ട് ഇറ്റ് ഹാസ് ടു ബി എ റിതമിക് ആക്ടിവിറ്റി. നമ്മൾ എറോബിക്സ് എന്ന് പറയുന്നത് എല്ലാവരും പറയും ഞാൻ എറോബിക്സിന് പോയി എന്ന് പറയും. എറോബിക്സ് എന്ന് പറഞ്ഞാൽ ഡാൻസ് മാത്രമല്ല, എനിത്തിങ് ഈസ് എറോബിക്സ്, എനിത്തിങ് ഈസ് റിതമിക്. അതായത് റിതമിക് ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി നമ്മുടെ ഹാർട്ട് റേറ്റിനെ 130, 140, 150 ആക്കുന്ന ഒരു തരത്തിൽ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന 20-30 മിനിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ആക്ടിവിറ്റി, അത് നമുക്ക് ശരീരത്തിലെ ഫാറ്റ് ബേണിംഗ് ആയിരിക്കും. കാരണം അത് ഹാർട്ട് റേറ്റിനെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റിനെ 130 to 160 ആക്കണം. അതായത് നമ്മുടെ വയസ്സിനെ 207 മൈനസ് ഏജ് 65 to 85% ഓഫ് ദ മാക്സിമം ഹാർട്ട് റേറ്റ്. അത് ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണയായിട്ട് നമ്മൾ നടക്കാൻ പോകുന്ന ഒരാളാണെങ്കിൽ എല്ലാവരും വയറ് കുറയ്ക്കാനായിട്ട് അല്ലെങ്കിൽ തടി കുറയ്ക്കാനായിട്ടും എല്ലാവരും നമ്മൾ രാവിലെ ആയിട്ട് നടക്കാൻ പോകുന്ന ഒരാൾക്ക് എന്ന് പറയുന്നത് സാധാരണ ഇനാക്റ്റീവ് ആയിട്ടുള്ള ഒരു പേഴ്സണ് ശരിക്കും എപ്പോഴും റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഒരു 72 അല്ലെങ്കിൽ 80 ഒക്കെ ഉണ്ടായിരിക്കും. ഡോക്ടർക്ക് അറിയാലോ അത്. പക്ഷേ നമ്മുടെ സ്റ്റാമിന, നമ്മൾ പറയില്ലേ സ്റ്റാമിന വർദ്ധിച്ചു. അപ്പോൾ രാവിലെ നടക്കാൻ പോകുന്ന ഒരാൾക്ക് എന്തുണ്ടായിരിക്കും, അയാളുടെ സ്റ്റാമിന വർദ്ധിച്ചു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് എന്തുണ്ടായിരിക്കും, റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് ഓട്ടോമാറ്റിക്കായിട്ട് കുറയും. അതായത് 72 എന്നുള്ളത് 60 ആവും. അല്ലെങ്കിൽ നമ്മുടെ ഹുസൈൻ ബോൾട്ട്, അയാളുടെ റെസ്റ്റിംഗ് ഹാർട്ട് റേറ്റ് 38 ടൈംസ് 40 ടൈംസ് ഉള്ളൂ. അതായത് ഒരു മിനിറ്റിൽ 38-40 പ്രാവശ്യം അടിച്ചുകൊണ്ട് അയാളുടെ ശരീരത്തിൽ എല്ലായിടത്തും ബ്ലഡ് എത്തിക്കാൻ പറ്റുന്നുണ്ട്. ദാറ്റ് ഈസ് ഈ സ്റ്റാമിന അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ എഫിഷ്യൻസി എന്നുള്ളത് വളരെ ഇതാണ്. അപ്പൊ നമ്മൾ ബേസിക്കലി നമ്മുടെ ഹൃദയത്തിന് നമ്മുടെ സ്റ്റാമിന ഇൻക്രീസ് ആകുമ്പോൾ അല്ലെങ്കിൽ കാർഡിയോവാസ്കുലർ എഫിഷ്യൻസി ഇൻക്രീസ് ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി യു നീഡ് ടു ഇൻക്രീസ് ദ ഇന്റൻസിറ്റി. ഇപ്പൊ കള്ളു കുടിക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ, ഒരു പെഗ് അടിച്ച് എന്തുണ്ടാവും സാധാരണ, ഒരു പെഗ് അടിച്ചു കഴിഞ്ഞാൽ അത് ഒരു ആഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അത് ഒന്നുമില്ല, അത് ശരീരത്തിന് അഡാപ്റ്റ് ആവും അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മുടെ മരുന്ന് കൊടുക്കുന്നത്. എക്സസൈസ് മരുന്ന് എങ്ങനെയാണ്, ഒരു മാസം നമ്മൾ ഒരു ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കഴിയുമ്പോൾ വീണ്ടും അതിന്റെ സ്ട്രെങ്ത് കൂട്ടണം, അല്ലെങ്കിൽ അത് നമുക്ക് ബ്രേക്ക് ചെയ്യണം അല്ലേ. ആന്റിബയോട്ടിക്സ് ഒക്കെ നമ്മൾ ബ്രേക്ക് ചെയ്തിട്ടല്ലേ ഡോക്ടർ കൊടുക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് നമ്മുടെ എക്സസൈസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒരാൾ ഒരു ഫസ്റ്റത്തെ 2 ആഴ്ച എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ അദ്ദേഹത്തിന്റെ ഹാർട്ട് റേറ്റ് എന്ന് പറയുന്നത് 100 110 120 എത്തും നടക്കുമ്പോൾ, ഫസ്റ്റ് വീക്കിലോ 2ാമത്തെ ആഴ്ചയിലോ. അത് കഴിഞ്ഞ് 2ാമത്തെ ആഴ്ച കഴിയുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് എന്തുണ്ടാവും, ബേസിക്കലി അയാളുടെ ഹാർട്ട് റേറ്റ് അത്ര ആവില്ല. പിന്നെ അദ്ദേഹത്തിന്റെ ശരീരത്തിൽ നിന്ന് ഇനീഷ്യൽ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അറൌണ്ട് 800 to 1000 കാലറീസ് സ്റ്റോർഡ് ഇൻ അവർ ബോഡി ഇൻ സെൽസ് ആൻഡ് ബ്ലഡ് വെസൽസ് ആൻഡ് എവറിത്തിങ്. സോ ബേസിക്കലി നമ്മുടെ ശരീരത്തിൽ കിഡ്നി, ലിവർ അല്ലെങ്കിൽ സെൽസിൽ ഒരു 800 to 1000 കാലറിയോളം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നുണ്ട്. സാധാരണ എല്ലാവരും പറയും എക്സസൈസ് ചെയ്യാൻ പോകുമ്പോൾ പറയുന്നത് നടക്കാൻ പറയും. ഒരു മണിക്കൂർ നടന്നാലാണ് 300 കാലറീസ് പോകുന്നത്.
ഏകദേശം 300 കാലറി ഒരു മണിക്കൂർ നടക്കണം. നമ്മുടെ ശരീരത്തിൽ നിന്ന് ഇപ്പോൾ ഒരു കിലോ ഫാറ്റ് പോകണമെങ്കിൽ അറൗണ്ട് 7000 കാലറീസ് പോകണം, 7700 കാലറീസ് പോകണം. അപ്പോൾ എത്ര മണിക്കൂർ നടന്നാലാണ് ശരീരത്തിൽ നിന്ന് അപ്പം ഇപ്പൊ എനിക്ക് മനസ്സിലായി, എളുപ്പമല്ല എക്സസൈസ് ചെയ്ത് ഫാറ്റ് ബേൺ ചെയ്യുക, എളുപ്പമല്ലെന്ന് എനിക്ക് മനസ്സിലായി. സോ ഇൻ യുവർ ഒപ്പീനിയൻ ഒരു റൈറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി, ഫാറ്റ് ബേണിംഗ് അതിനകത്ത് ഉണ്ടാവണം, വെയിറ്റ് റിഡക്ഷൻ ഉണ്ടാവണം, ജനറൽ ഫിറ്റ്നസ് ഇംപ്രൂവ് ചെയ്യണം. എന്തായിരിക്കും റൈറ്റ് കൈൻഡ് ഓഫ് ആക്ടിവിറ്റി? ഡോക്ടർ പറഞ്ഞ ഒരു കാര്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും എക്സസൈസ് ചെയ്യണം. അതായത് തടി കുറയ്ക്കാൻ മാത്രമല്ല, അല്ലാണ്ട് ഇപ്പൊ നമ്മളെല്ലാവരും എടുത്ത് ഇപ്പൊ നോക്കിയാലും എപ്പോഴും ഒരു ഡോക്ടറെ അടുത്ത് പോയി കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്നതാണ് നിങ്ങളുടെ BMI അല്ലെങ്കിൽ ഹൈറ്റിനനുസരിച്ചുള്ള വെയിറ്റ് 65 കിലോ അല്ലെങ്കിൽ 70 കിലോ. അങ്ങനെ ഒന്നുമില്ല ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞാൽ. അതായത് ഹൈറ്റിനനുസരിച്ച് വെയിറ്റ് നമുക്ക് മാനേജ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ്, രണ്ട് കാര്യമുണ്ട്. നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് എന്നുള്ളത്, അതായത് നമ്മുടെ ഫാറ്റ് പെർസെൻറ്റേജ്, അതായത് വിസറൽ ഫാറ്റ്, ശരീരത്തിലുള്ള വിസറൽ ഫാറ്റ്, ഇന്റേണൽ ഫാറ്റ്. നമുക്ക് കുറച്ച് വയറുള്ളത്, എന്നെ സംബന്ധിച്ചിടത്തോളം വയറുള്ള ആൾക്കാർ ആക്ച്വലി ലക്കിയാണെന്ന് പറയാം. ഇപ്പോൾ നമ്മൾ തടിയില്ലാത്ത ആൾക്കാരെ കാണില്ലേ, തടിയില്ലാത്ത ആൾക്കാരെ നമ്മൾ കാണുമ്പോൾ, തടിയില്ലാത്ത ഒരാൾ ചിലപ്പോൾ വയറിലൊരു കുടവയറിനെ കാണിച്ച് കളിയാക്കും. അവൻ പറയും അയ്യോ അവനൊരു കുടവയറെന്ന്. പക്ഷെ അദ്ദേഹത്തിന്റെ കാര്യം അയാൾ അറിയുന്നില്ല. ഒരു 45 വയസ്സുള്ള ഒരാൾക്ക്, ഡോക്ടറെ, ഞാനും എൻ്റെ ഒരു 25 വർഷത്തിൽ കൂടുതലായി ഞാൻ ഫീൽഡിൽ വന്നിട്ട്, ഞാൻ എല്ലാ രാജ്യത്തും പ്രാക്ടീസ് ചെയ്തിട്ടുള്ള ഒരാളാണ്. എൻ്റെ ഇതിൽ വരുന്ന ഞാൻ തൗസൻഡ്സ് ഓഫ് ക്ലയൻസിനെ ഞാൻ മാനേജ് ചെയ്തിട്ടുള്ളപ്പോൾ ഓരോ ബ്ലഡ് ഗ്രൂപ്പിനനുസരിച്ചാണ് ഞാൻ ആക്ടിവിറ്റീസും ഫുഡും കൊടുക്കുന്നത്. പക്ഷെ ബേസിക്കലി ഒരു തടിയില്ലാത്ത ആള്, ഒരു 45 വയസ്സുള്ള തടിയില്ലാത്ത ഒരാൾ, അയാൾക്ക് 22% ഫാറ്റ് ഉള്ളതും, ഒരു കുടവയറുള്ള ഒരാൾക്ക് 25% ഫാറ്റ് ഉള്ളതും, കുടവയറുള്ള ആൾക്കാണ് കൂടുതൽ. ഞാൻ എപ്പോഴും വിസറൽ ഫാറ്റ് കാണുന്നത് കൂടുതലും അദ്ദേഹത്തിന് തടി കുറഞ്ഞിട്ടുള്ള ആൾക്കാണ്. അദ്ദേഹത്തിനായിരിക്കും കൂടുതൽ ഇത് റിസ്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഓൾ ദ ഫാറ്റ് മൈറ്റ് ബി ഡെപ്പോസിറ്റഡ് ഇൻ ദി ആർട്ടറീസ്. അതായിരിക്കും ലോങ് റണ്ണിലെ പ്രശ്നം, ആ ഒരു ഹാർട്ട് ഡിസീസിന്. അപ്പൊ നമ്മളെല്ലാവരും എന്ത് ചെയ്യുന്ന, കുടവയറിനെ കാണുമ്പോൾ എന്ന് കളിയാക്കും. അപ്പൊ കുടവയറല്ല ഒരു ശരിക്കും പറയാൻ, അല്ലെങ്കിൽ തടി കൂടുക എന്നുള്ളതല്ല ശരിക്കും ഒരു മാനദണ്ഡം. നമ്മുടെ ശരീരത്തിൽ അർണോൾഡ് ഷ്വാർസ്നെഗർ എന്നുള്ള, ഞാൻ ബോഡി ബിൽഡിങ്ങിനെ കുറിച്ചല്ല പറയുന്നത്, അർണോൾഡ് ഷ്വാർസ്നെഗർ എന്ന് പറഞ്ഞ ഒരാള് ഏകദേശം 130 കിലോ ഉണ്ടായിരുന്നു. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഓവർ വെയിറ്റ് അല്ലേ, ഫാറ്റ് അല്ലേ. ഇപ്പൊ ഡോക്ടർ തന്നെ അത്യാവശ്യം എക്സസൈസ് ചെയ്യുന്ന ആളാണ്. ഡോക്ടർക്ക് 80-85 കിലോ വെയിറ്റ് ഉണ്ട് അല്ലേ ഡോക്ടർ? ഡോക്ടർ ഡെയിലി വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്ന ആളാണ് അല്ലേ? റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യുമ്പോൾ ശരീരത്ത് നമുക്ക് പോകുന്നെന്ന് പറയുന്നത്, നമുക്ക് കൂടുതൽ എന്താ വരുന്നത്, നമുക്ക് ഡോക്ടറിന് ലീൻ ടിഷ്യൂ കൂടാണ്. ഇപ്പൊ ഡോക്ടറിന്റെ അടുത്ത് വന്നു, എന്റെ ഫസ്റ്റ് ഇതിൽ പറഞ്ഞു എനിക്ക് വെയിറ്റ് കൂടുതലുണ്ടെന്ന്. എനിക്ക് വെയിറ്റ് ഡോക്ടറിലും കൂടുതലുണ്ടായിരിക്കും, പക്ഷെ വെയിറ്റ് അല്ല മാനദണ്ഡം, നമ്മുടെ ശരീരത്തിലെ ഫാറ്റ് പെർസെന്റേജ് ആണ്. ആ ഫാറ്റ് പെർസെന്റേജ് എന്ന് പറയുന്നത് നമുക്ക് പണിയെടുക്കുന്ന പണ്ടത്തെ അമ്മച്ചിമാർ അല്ലെങ്കിൽ പണിയെടുക്കുന്ന ആൾക്കാർക്ക് എന്ന് പറഞ്ഞ വെയിറ്റ് കൂടുതലുണ്ടായിരുന്നു, പക്ഷെ അവരുടെ ഫാറ്റ് പെർസെന്റേജ്, ഇൻക്ലൂഡിംഗ് എൻ്റെ അപ്പച്ചന് 78 വയസ്സായി, അല്ലെങ്കിൽ എൻ്റെ അമ്മച്ചിക്ക് 71-72 വയസ്സായി, അവരൊക്കെ നല്ലോണം പണിയെടുക്കുന്ന ആൾക്കാരായിരുന്നു. ഞാൻ അവരെന്നും ടെസ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ ഫാറ്റ് പെർസെന്റേജ് 25 അമ്മച്ചിക്ക് അല്ലെങ്കിൽ അപ്പച്ചന് ബിലോ 18 ആയിരിക്കാണ്. അപ്പോൾ അതിന്റെ ബേസിക് മാനദണ്ഡം എന്ന് പറയുന്നത് ഹൈറ്റ് വെയിറ്റ് ഇക്വേഷൻ എന്ന് പറഞ്ഞൊരു സാധനമില്ല. നമുക്ക് ഫാറ്റ് പെർസെന്റേജ് അത് എവിടെയാണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്, അതിനെ ഡോക്ടർ ചോദിച്ച ചോദ്യത്തിലേക്ക് ആൻസറിലേക്ക് ഞാൻ വരുന്നത്, അതിനെ എങ്ങനെ നമുക്ക് എടുത്ത് കളയണം. അപ്പോൾ ഒരു കൊച്ചു കുട്ടിയായിരുന്നാൽ പോലും, അല്ലെങ്കിൽ ഒരു 100 വയസ്സുള്ള ആളായാലും, എക്സസൈസ് എന്ന് പറയുന്നത് എത്ര ടൈമിലായാലും, അതായത് 80 വയസ്സായാലും 90 വയസ്സായാലും 100 വയസ്സായാലും നമുക്ക് എക്സസൈസ് ചെയ്യാം. പക്ഷേ എക്സസൈസ് എന്ന് പറഞ്ഞാൽ 90 വയസ്സോ 100 വയസ്സുള്ള ആൾക്കാരെ കൊണ്ട് അയാളെ കൊണ്ട് മാരത്തൺ ഓടിക്കുക എന്നല്ല പറയുന്നത്. ഹി ഹാസ് ടു മേ ബി ഡു റീഹാബിലിറ്റേഷൻ, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആണ് നമുക്ക്. അപ്പോൾ ഒരു എക്സസൈസ്, ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്, ഇപ്പോൾ ഒരു 40 വയസ്സുള്ള ഒരു ലേഡി ഒരു പ്രീ മെൻസ്ട്രൽ സൈക്കിളിൽ നിൽക്കുന്നു, അല്ലെങ്കിൽ 40-45 വയസ്സ് കഴിയുമ്പോൾ 10-20-25 വർഷത്തോളം അവരുടെ ശരീരത്തിൽ നിന്ന്, അല്ലെങ്കിൽ 50 വയസ്സായി കഴിഞ്ഞാൽ ഒരു മെനോപോസ് സ്റ്റേജ് ആവും. അങ്ങനെ വരുന്ന ടൈമിൽ അവർക്ക് ലോട്ട് ഓഫ് ബോൺ ഡെൻസിറ്റി കുറവായിരിക്കും, ഓസ്റ്റിയോപ്രോസിസ് അല്ലെങ്കിൽ ആർത്രൈറ്റിസ് പോലുള്ള സാധാരണ എല്ലാം. ഇപ്പം ഞാൻ എൻ്റെ പേഷ്യൻസിനെ കാണുന്ന 35 വയസ്സിൽ കൂടുന്ന മിക്കവാറും എല്ലാ സ്ത്രീകൾക്കും ജോയിന്റ് ഇൻഫ്ലമേഷൻ ഉണ്ടായിരിക്കും, ആർത്രൈറ്റിസ് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓസ്റ്റിയോപ്രോസിസിന്റെ തുടക്കക്കാരായിരിക്കും എല്ലാവരും. മിക്കവാറും ഞാൻ കണ്ടിരിക്കുന്ന എല്ലാ ഡോക്ടേഴ്സും പറയുന്നത് റെസ്റ്റ് എടുക്കാനാണ് പറയുന്നത്. ശരിക്കും അതിന്റെ റെസ്റ്റ് എടുക്കുക എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് കറക്റ്റ്. നമ്മുടെ ശരീരത്തിൽ ആകെ ഒരു മരുന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടറെ. മരുന്ന് എന്ന് പറയുന്നത് ഗ്ലൂക്കോസമൈനോ അങ്ങനെയുള്ളതല്ല. മരുന്ന് എന്ന് പറയുന്നത് ബോൺ മിനറൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് അമേരിക്കൻ കോളേജ് ഓഫ് സ്പോർട്സ് മെഡിസിൻ കണ്ടുപിടിച്ച ആകെ ഒരു മരുന്ന് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ട്രെയിനിങ്. അപ്പോൾ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്ന് പറയുമ്പോൾ 2-3 കാര്യമുണ്ട്. നേരത്തെ സംസാരിച്ചപ്പം ജെയ്സൺ പറഞ്ഞൊരു കാര്യം ഞാൻ നോട്ട് ചെയ്തിരുന്നു. ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ചിട്ടാണ് ഞാൻ പലർക്കും ഡയറ്റും എക്സസൈസും ചാർട്ട് ചെയ്യുന്നത്. എന്താണ് അതിന്റെ, നിങ്ങളുടെ ആഡിലും ഒക്കെ നമ്മളത് കാണുന്നുണ്ട്, ബ്ലഡ് ഗ്രൂപ്പ് അനുസരിച്ചിട്ട് എക്സസൈസും ഡയറ്റും ചാർട്ട് ചെയ്യുന്നു. എന്താണ് അതിന്റെ ഒരു ഉദ്ദേശം, എന്താ ആ പറഞ്ഞതിന്റെ? സാധാരണ ഞാൻ ഡോക്ടറോട് നേരത്തെ പറഞ്ഞില്ലേ, ഞാൻ 11 വയസ്സുള്ളപ്പോൾ സ്വന്തമായിട്ട് ഒരു ജിം ഉണ്ടായിരുന്ന ആളാണ്. എനിക്കും ഡോക്ടറിനും ഏകദേശം ഒരു പ്രായം ഞങ്ങൾ റിവീൽ ചെയ്യാൻ താല്പര്യമില്ല. പക്ഷേ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ഏകദേശം 25, അതായത് എനിക്ക് 25 വർഷത്തോളം ഈ ഫീൽഡിലുണ്ടെന്ന് ഞാൻ പറയുന്നു, അതായത് അറൌണ്ട് 25 ഇയേഴ്സ്.
ഞാൻ സൗദി അറേബ്യയിൽ എൻ്റെ കരിയർ സ്റ്റാർട്ട് ചെയ്തു. ഞാൻ റോയൽ ഫാമിലിക്കൊക്കെ സെർവ് ചെയ്യുന്ന ഒരാളായിരുന്നു. പിന്നെ ഞാൻ ലണ്ടനിൽ പോയി അവിടെ നിന്ന് പഠിച്ചു. എനിക്ക് ഒരു പ്രൊഡക്റ്റ് ഞാൻ ഡിസൈൻ ചെയ്തിട്ടുണ്ട്, ഒരു ജേസൺസ് ബോഡി പെർഫെക്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഹോം ജിം കിറ്റും അതിൻ്റെ ഡയറ്റ് ബുക്ക് ഒക്കെ ആയിട്ട്. അത് അറൗണ്ട് 2 മില്യൺ 2.5 മില്യൺ, അതായത് 25 ലക്ഷത്തോളം സ്റ്റുഡൻസ് വേണമെങ്കിൽ എനിക്കുണ്ടെന്ന് പറയാം. ഓൾ റൗണ്ട് ദ വേൾഡിൽ നമ്മൾ TV ഷോപ്പിംഗ് കൂടെ പറ്റുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാൻ അതിലൊരു റിസർച്ച് ചെയ്തു എന്ന് പറഞ്ഞാൽ, ഞാൻ സൗദി അറേബ്യ പോയപ്പോൾ ആദ്യമായി കണ്ട ആൾക്കാർക്ക് ഞാൻ ലോ ഫാറ്റ് ഡയറ്റ് അല്ലെങ്കിൽ അറ്റ്കിൻസ് ഡയറ്റ്, ഹൈ പ്രോട്ടീൻ ഡയറ്റ്, GI ഗ്ലൈസമിക് ഇൻഡെക്സ് ഡയറ്റ്, ഗ്ലൈസമിക് ലോഡ് ഡയറ്റ്, ലോകത്തുള്ള GM ഡയറ്റ്, പല ടൈപ്പിലുള്ള ഡയറ്റ്, ഓരോ സ്റ്റേജിലും ഓരോ വർഷവും അല്ലെങ്കിൽ 6 മാസം ഞാൻ പലവർക്കും പല ടൈപ്പിലുള്ള ഡയറ്റ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഞാനിപ്പോൾ എഴുതിയിട്ടൊരു പുസ്തകമാണ്, 8 വർഷം മുമ്പ് എഴുതിയിട്ടുള്ള ഒരു പുസ്തകമാണ് ഇത്. ഏകദേശം 2 മില്യൺ ആൾക്കാരിലുള്ള ചെറിയൊരു പുസ്തകമാണിത്. എഫക്റ്റീവ് ആൻഡ് ബാലൻസ്ഡ് ഈറ്റിംഗ് പ്ലാൻ എന്ന് പറഞ്ഞൊരു ബുക്ക്. ഇത് ഏകദേശം 2 മില്യൺ ആൾക്കാരിൽ നിന്ന് ഇത് ഉണ്ടായിട്ടും പല ആൾക്കാരും എൻ്റെ അടുത്ത് വന്നു. ഇതിൽ ഞാൻ പറഞ്ഞിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ബേസിക്കലി വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോൾ ഗ്രെയിൻ ഫുഡ്, അതായത് ചപ്പാത്തി, അതായത് നമുക്ക് കംപ്ലീറ്റ് വൈറ്റ് ഫ്ലവർ കംപ്ലീറ്റ് ഒഴിവാക്കുക, അല്ലെങ്കിൽ ഷുഗർ കംപ്ലീറ്റ് ഒഴിവാക്കുക, ഫാറ്റ് കംപ്ലീറ്റ് ഒഴിവാക്കുക, പിന്നെ നമുക്ക് ബാലൻസ് ആയിട്ടുള്ളൊരു മീൽ ഉണ്ടാവുക. എന്നിട്ടും ഇത്രയും ബാലൻസ്ഡും അതുപോലെ തന്നെ പ്രോട്ടീൻ, വൈറ്റമിൻസ്, മിനറൽസ് ആൻഡ് അതുപോലെ തന്നെ കാർബോഹൈഡ്രേറ്റ് ആൻഡ് ഇത്രയും ഉണ്ടായിട്ട് ഒരു പ്രോപ്പർ ബാലൻസ്ഡ് മീൽ ഉണ്ടാക്കി കഴിച്ചിട്ടും പല ആൾക്കാർക്കും തടി കുറയുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ റിസർച്ച് ചെയ്തിട്ട് ഇപ്പോൾ ഒരു 3-4 ഇയേഴ്സ് ആയിട്ട് ഞാൻ ഐ ഹാവ് 3-4 സെന്റർ കൊച്ചി തന്നെയുണ്ട്. എനിക്ക് നമുക്ക് 400-500 ഡോക്ടേഴ്സ് എൻ്റെ ക്ലയൻസ് ഇവിടെ തന്നെയുണ്ട്. അവരൊക്കെ ഡോക്ടർ ദീപു എന്നൊക്കെ പറഞ്ഞാൽ ഒരു 4 മന്ത്സ് കൊണ്ട് 50 കിലോ കുറഞ്ഞതാണ് ബ്ലഡ് pH അനുസരിച്ച്. ഞാൻ പറഞ്ഞു വരുന്ന പോയിന്റ് എന്ന് പറയുന്നത്, ബ്ലഡ് pH ആണ് നമ്മുടെ ബേസിക്. അതായത് ബ്ലഡ് pH എന്ന് പറയുന്നത് 7.35 to 7.45. നമ്മുടെ ശരീരത്തിന് അസിഡിക് ആൻഡ് ആൽക്കലൈൻ ബാലൻസ് ഉണ്ടാക്കുക. അതായത് നമ്മുടെ ഇപ്പോൾ ചപ്പാത്തി എന്ന് പറയുന്നത് ഗ്ലൂട്ടൻ, ചപ്പാത്തിയിൽ കണ്ടമാനം ഗ്ലൂട്ടൻ ഉണ്ട്. ഇറ്റ്സ് നോട്ട് ഡൈജസ്റ്റ്. നമ്മുടെ നോർത്ത് ഇന്ത്യൻസിന് ഞാൻ നേരത്തെ ഷോയിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മുടെ ശരീരം അഡാപ്റ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സസൈസിന് അഡാപ്റ്റ് ആയി, അതുപോലെ സെർട്ടൺ ഫുഡിന് നമ്മൾ അഡാപ്റ്റ് ആവും. ഇപ്പോൾ പണ്ട് ചില രാജാക്കന്മാർ കുറച്ച് പോയിസൺ കഴിക്കുന്ന കാര്യം ഡോക്ടർ കേട്ടില്ലേ, ഏതൊരു ചക്രവർത്തി കഴിച്ച് നമ്മുടെ ശരീരത്തിന് അഡാപ്റ്റ് ആവും. അതുപോലെ തന്നെ ഇപ്പോൾ നോർത്ത് ഇന്ത്യൻസിന് ഒരു O ബ്ലഡ് ഗ്രൂപ്പ് കാരണം ഡെയിലി ചപ്പാത്തി ചെറുപ്പത്തിലേ കഴിക്കുന്ന ഒരാൾക്ക് കുഴപ്പമുണ്ടായിരിക്കില്ല. നമുക്ക് ചില ആൾക്കാർ ഇപ്പോൾ ഡോക്ടേഴ്സ് പറയുന്ന ഒരു കാര്യമുണ്ട്, കോക്കനട്ട് ഓയിൽ നല്ലതല്ല. കോക്കനട്ട് ഓയിൽ ഈസ് ആക്ച്വലി ലൈക്ക് എ മദേഴ്സ് മിൽക്ക്. നമ്മുടെ ശരീരത്തിൽ നിന്നും ആവശ്യം എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു മദേഴ്സ് മിൽക്ക്. ഇറ്റ് ഹാസ് ടു ബി വെർജിൻ കോക്കനട്ട് ഓയിൽ. അതായത് പച്ച തേങ്ങയിൽ നിന്ന് എടുക്കുന്ന വെളിച്ചെണ്ണ എന്ന് പറയുന്നത് ഇതിപ്പോൾ US-ലൊക്കെ റിസർച്ച് നടത്തി പ്രൂവൺ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഞാനും നല്ലോണം റിസർച്ച് ചെയ്യുന്നു, കുറേ ആൾക്കാർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മൾ പറഞ്ഞു വരുന്നുണ്ടായിരുന്നത് 7.35 to 7.45 ഓഫ് ബ്ലഡ് pH. ബ്ലഡ് pH-നനുസരിച്ച് ഭക്ഷണം നമ്മൾ കഴിക്കുകയാണെങ്കിൽ, നമ്മുടെ pH സ്റ്റെബിലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ അസിഡിക് ആൻഡ് ആൽക്കലൈൻ ബാലൻസ് കറക്റ്റ് ആവും.